നമ്മുടെ വിളക്ക് കാട്ടുന്ന വീഡിയോ ഒക്കെ കാണുമ്പോഴേ ചില കുട്ടികൾ ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി എന്തുകൊണ്ടാണ് വിളക്ക് കഴുകണത്, എങ്ങനെയാണെന്നൊന്ന് കാണിക്കുമെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ യൂസ് ചെയ്യണത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളെ വെണ്ണീറില്ലേ വീട്ടിൽ അടുപ്പിൽ നിന്ന് വാങ്ങണ വെണ്ണീർ, അത് ഞാനൊന്ന് അരിക്കും. പിന്നെ അതിൻ്റെ കൂടെ സബീനയുടെ പൗഡറും ചേർക്കും. പിന്നെ നമ്മൾ വീട്ടിലുള്ള ലിക്വിഡ് എന്താ വെച്ചെങ്കിൽ അതും ഞാൻ ചേർത്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ അതിൽ നിന്ന് കുറച്ചേശം എടുത്തിട്ട് നമുക്ക് വിളക്ക് കഴുകേണ്ട സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുക്കും. എന്നിട്ടാണ് കേട്ടോ ഞാൻ കഴുകുക. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകാറ്. അല്ലാണ്ട് വേറെ അത് കഴുകാനായിട്ട് വരുന്ന പ്രൊഡക്ട്സ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴുകാറ്. ആ സാധനങ്ങൾ നല്ലതല്ല എന്നല്ല കേട്ടോ ഞാൻ പറയണത്, ഞാൻ ഉപയോഗിക്കണ മെത്തേഡല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് കഴുകിയാലും നല്ല വൃത്തിയൊക്കെ ആവണുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതൊക്കെ ഒന്ന് നനച്ച് വെക്കുകയാണ് കേട്ടോ നമ്മളെ പാത്രങ്ങൾ. അതിന് ശേഷം ഇതിന്ന് കുറേശ്ശെ എടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ ഇട്ട ക്വാണ്ടിറ്റി കുറച്ച് കൂടിയുണ്ട് കേട്ടോ. അതായത് ഒരു നുള്ളൊക്കെ ഇടേണ്ട ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇത് ഇട്ടപ്പോൾ കുറച്ചധികമായി, അതുകൊണ്ട് തന്നെ ഭയങ്കര പതയായിരുന്നു കഴുകണ സമയത്ത്. ഇത്രയ്ക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ വിമ്മിൻ്റെ ലിക്വിഡ് നല്ല പത തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സബീന ഉണ്ടല്ലോ, അത് അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ വെണ്ണീറിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വെണ്ണീറിനും നല്ല വൃത്തിയാക്കാൻ നല്ല കഴിവുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഉരച്ച് ഇതിന് വേണ്ടി മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ സ്ക്രബ്ബർ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായി ഉരച്ച് വൃത്തിയാക്കുകയാണ്. നമ്മളെല്ലാവരും എപ്പോഴും വീട്ടിൽ വിളക്ക് കാട്ടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് കേട്ടോ. അത് കണ്ടില്ലേ, അപ്പോൾ അത് കൂടുതലായിട്ട് എൻ്റെ കൈയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇത്രയ്ക്ക് ആവശ്യമില്ല കേട്ടോ, കുറച്ചും കൂടി കുറവ് എടുത്താൽ മതിയായിരുന്നു. ഞാൻ എടുത്തത് ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ ഭയങ്കര പതയായിരുന്നു കേട്ടോ. ഒരു നുള്ളൊക്കെ ഇനി എടുക്കേണ്ട ആവശ്യമുള്ളൂ, എന്നാലും നന്നായി വൃത്തിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആ ഉണ്ടാക്കിയത് നമുക്ക് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കഴുകേണ്ട സമയത്ത് നമുക്ക് അതൊന്ന് എടുക്കുക വേണ്ട കേട്ടോ. അല്ലാതെ എപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുകയൊന്നും വേണ്ട. അതിന് പറ്റിയൊരു പാത്രത്തിൽ നമ്മളാക്കി വെച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ആ വ്യത്യാസം. ചിലർ പുളി അതുപോലെ ചെറുനാരങ്ങയുടെ അതുകൊണ്ടൊക്കെ കഴുകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കഴുകിയാലും നന്നായി വൃത്തിയാണൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ കഴുകിയാലും എനിക്ക് തൃപ്തിയൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മളെ പാത്രങ്ങൾ അങ്ങനെ വൃത്തിയായില്ല എന്നൊന്നും തോന്നാറില്ല കേട്ടോ, വൃത്തിയാവാറൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മൾ കഴുകിയ പാത്രങ്ങളൊക്കെ വൃത്തിയായിന്ന്. പിന്നെ ഈ പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ വേഗം തന്നെ അതിൻ്റെയൊക്കെ ഇതൊക്കെ പോകുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനായിട്ട് വരുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതുവരെ. അത് ഉപയോഗിക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കൊന്ന് പറഞ്ഞു തരണം അതിലേതാണ് കൂടുതൽ നല്ലതെന്ന്. അതൊന്ന് വാങ്ങിച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അതിനാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായി വൃത്തിയായിട്ടില്ലേ. ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണം കേട്ടോ വിവരം.